ഭാഗ്യസ്മരണാർഹനായ ലയോ 13 മാർപ്പാപ്പായുടെ വാക്കുകൾ: ഭാരതമേ, നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളെ. ഈ ഭാരതത്തിലൊട്ടാകെ വിശ്വാസത്തിൻ്റെ കൈത്തരിനാളം പടർത്തുന്ന തീക്ഷ്ണമതികളായ അനേകം സഭാ സന്താനങ്ങളാൽ സമ്പുഷ്ടയാണ് ചങ്ങനാശ്ശേരി അതിരൂപത. ചങ്ങനാശ്ശേരി അതിരൂപതയെ നയിച്ച പുണ്യപിതാക്കന്മാർ ഓരോരുത്തരും വിശ്വാസത്തിലും പ്രവൃത്തിയിലും ആധ്യാത്മ ജീവിതത്തിലും തങ്ങളുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ്. ഇന്ന് നമ്മോടൊപ്പം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാൻ, മെത്രാന്മാരുടെ ഇടയിലെ മനഃശാസ്ത്ര വിദഗ്ധൻ, അറിയപ്പെടുന്ന വാഗ്മി, എഴുത്തുകാരൻ, യുവജനങ്ങളെ മനസ്സിലാക്കുന്ന മെത്രാൻ മാർ തോമസ് തറയിൽ. സ്വാഗതം പിതാവേ. നന്ദി. പിതാവ് ആകമൊത്ത ഒരു ചങ്ങനാശ്ശേരിക്കാരനാണ്. ചങ്ങനാശ്ശേരിയിൽ ജനിച്ച് ചങ്ങനാശ്ശേരിയിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഉന്നത വിദ്യാഭ്യാസം ചങ്ങനാശ്ശേരിയിലെ അതിപ്രശസ്തമായ SP കോളേജിൽ നിർവഹിച്ചു. പിതാവിന് ചങ്ങനാശ്ശേരിയെ പറ്റി പറയുമ്പോൾ ഓർമ്മയിലേക്ക് വരുന്ന വ്യക്തികൾ: ചങ്ങനാശ്ശേരി പള്ളി, ചങ്ങനാശ്ശേരി സൺഡേ സ്കൂൾ, അൾത്താര ബാലജനസഖ്യം, ഇവയെപ്പറ്റിയൊക്കെയുള്ള ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാം. ചങ്ങനാശ്ശേരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ വിശാലമായ ഒരു ചിത്രമാണ് മനസ്സിൽ തെളിയുന്നത്. അത് ക്രിസ്മസ് കാലത്ത് ക്രൈസ്തവരുടെ ക്രിസ്മസും അതുപോലെ സമീപത്തുള്ള പ്രശസ്തമായ അമ്പലത്തിലെ ഉത്സവവും മുസ്ലിം സഹോദരങ്ങളുടെ ചന്ദനക്കുടവും എല്ലാം കൂടി പട്ടണം മുഴുവൻ ആഘോഷ തിമിർപ്പിലായിരിക്കുന്ന മനോഹരമായ ഒരു സമയം. അത് കുട്ടിക്കാലം മുതൽ തന്നെ ഞങ്ങളെല്ലാം ആസ്വദിച്ച് വന്ന ഒന്നാണ്. അപ്പോൾ ആ രീതിയിൽ ചങ്ങനാശ്ശേരി എന്നും ഒരു ശാന്തമായ പട്ടണമായിരുന്നു. ഒത്തിരിയേറെ മതസൗഹാർദ്ദം ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു. ഇവിടെ ആ മതസൗഹാർദ്ദം പരിപോഷിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു നേതൃത്വം നമുക്ക് എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു. അതെല്ലാം നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നത്, ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് ഇവിടുത്തെ അതിരൂപതയുടെ ആസ്ഥാനമായതുകൊണ്ട് തന്നെ ഒത്തിരി കത്തോലിക്ക സ്കൂളുകൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് അല്പം നടന്നാൽ എൻ്റെ കുട്ടിക്കാലത്തെ സ്കൂളായിരുന്ന സെൻറ്റ് ജോസഫ്സ് LP സ്കൂളിലെത്താമായിരുന്നു. അല്പം കൂടെ നടന്നാൽ, ഇച്ചിരി കൂടെ കൂടുതൽ നടന്നാൽ സേക്രഡ് ഹാർട്ട് സ്കൂളിലെത്താം, ഫാത്തിമാപുരത്തെത്താം. വളരെ കുറച്ച് മാത്രം നടന്നാൽ SP കോളേജിലെത്താം. അങ്ങനെ ചുറ്റോട് ചുറ്റും കത്തോലിക്ക സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ സഭയുടെ സാന്നിധ്യത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കരുതുകയാണ്. ഒരുപക്ഷെ മണിക്കൂറുകൾ യാത്ര ചെയ്തും ഒക്കെ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന എൻ്റെ സഹപാഠികളെ ഞാൻ ഓർക്കുകയാണ്. ഒരുപക്ഷെ നല്ലൊരു കോളേജ് ഇല്ലാതിരുന്നതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റാഞ്ഞ ഒത്തിരി പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയൊക്കെ കഴിഞ്ഞ 100 വർഷങ്ങളായിട്ട് SP കോളേജ് ഇവിടെ ഈ കൊച്ചു പട്ടണത്തിലുണ്ടെന്ന് പറയുമ്പോൾ അതിലൂടെ ഈ പ്രദേശത്ത് മുഴുവനുണ്ടായ ഒരു വലിയ നന്മ, അതെല്ലാം ഈ അതിരൂപതയുടെ സാന്നിധ്യത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായതാണ്. അപ്പോൾ ആ രീതിയിൽ ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിന്നെ കത്തീഡ്രൽ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ, അവിടെയാണ് അൾത്താര ബാലജനസഖ്യം വരുന്നു, അതുപോലെ മിഷൻ ലീഗിലെ പ്രവർത്തനങ്ങൾ വരുന്നു. അവിടെയെല്ലാം പള്ളിയിലെ പ്രത്യേകിച്ച് ആരാധന പരിപാടികളിലെല്ലാം ഒരു സാന്നിധ്യമാകാനായിട്ട് സാധിച്ചു. അങ്ങനെയെല്ലാം ആ അൾത്താരയോട് ബന്ധപ്പെട്ട ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാനായിട്ട് സാധിച്ചതും ജീവിതത്തിലൊരു വലിയ സ്വാധീനമായിരുന്നു. അപ്പോൾ ആ രീതിയിലെല്ലാം ഈ പട്ടണത്തിൻ്റെ ഒത്തിരി നന്മകൾ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. ഇവയൊക്കെ പിതാവിനെ എങ്ങനെ ഈ ദൈവവിളിയിലേക്ക് നയിച്ചു എന്ന് കൂടെ ഒന്ന്? തീർച്ചയായിട്ടും ദൈവവിളി എന്ന് പറയുന്നത് ഒരു വലിയ രഹസ്യമാണല്ലോ. എന്തുകൊണ്ട് ഒരാൾക്ക് ദൈവവിളി കിട്ടുന്നു? ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മാത്രമേ അറിയത്തുള്ളൂ. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉദിക്കുന്ന ഒന്നാണല്ലോ ഓരോ ദൈവവിളിയും. അതിൽ നിന്ന് നമ്മൾ പലപ്പോഴും കുതറി മാറാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട്, സംശയിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ പരിശീലന കാലഘട്ടത്തിൽ സംശയങ്ങളൊക്കെ ഇച്ചിരി കൂടുതലായിരുന്നു, വിളിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള. പക്ഷേ നമുക്ക് ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനോട് ഉത്തരം പറയാനായിട്ടൊരു ധൈര്യം കിട്ടുന്നു. പിന്നെ കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് ദൈവവിളിയുടെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. അതിലേക്ക് നയിക്കുന്നത് എപ്പോഴും ഞാൻ പറയും കുടുംബവും മാതാപിതാക്കളും കുടുംബത്തിലെ വിശ്വാസാനുഭവവും അതുപോലെ ഇടവക സമൂഹത്തിൻ്റെ ഒരു വിശ്വാസാനുഭവമൊക്കെയാണ്. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ഓരോ വ്യക്തിയും ദൈവവിളി കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതം അല്പമെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ട്, അവരുടെ ത്യാഗപൂർണമായ ജീവിതം സ്വാധീനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചുറ്റും നിൽക്കുന്ന സമൂഹം ദൈവവിളിക്ക് നൽകുന്ന ഒരു പ്രാധാന്യം, ഒരു വില, അതെല്ലാം ആ വ്യക്തിയെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാവാം എനിക്കും ആ രീതിയിൽ വളരെ
അനുഗ്രഹീതമായി തന്നെ ഈ ദൈവവിളിയുടെ ജീവിതം സ്വീകരിക്കാൻ സാധിച്ചതെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഈ ദൈവവിളി അല്പം ചില ഇടവകളിലെങ്കിലും കുറഞ്ഞു വരുന്നതായിട്ട് പിതാവിനറിയാമല്ലോ. നമുക്ക് ചങ്ങനാശ്ശേരി തന്നെയാണെങ്കിലും ഓർഡിനേഷൻ എത്ര കാലത്തിനിടയിലാണ് വന്നതെന്നുള്ളത്. അപ്പം ഈ ഇടവകകളിൽ ദൈവവിളി കുറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിതാവ് അതിനോട് യോജിക്കുന്നുണ്ടോ? ദൈവവിളി കുറയുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റ് ചില ഇടങ്ങളിൽ ദൈവവിളി കൂടുന്നുമുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ ദൈവവിളി കുറഞ്ഞ കാലത്ത് ആഫ്രിക്കയിലും ഏഷ്യയിലും ദൈവവിളി കൂടിയെന്ന് പറയുന്നത് പോലെ ഓരോ പ്രദേശത്ത് കൂടുന്നു, മറ്റൊരു പ്രദേശത്ത് കുറയുന്നു. കുറയാനായിട്ടുള്ള കാരണങ്ങൾ എനിക്ക് തോന്നുന്നു, ദൈവം എല്ലാവരെയും വിളിക്കുന്നുണ്ട്. പക്ഷേ ദൈവം അവിടത്തേക്ക് ആവശ്യമുള്ളവരെ എല്ലാം ഈ ശുശ്രൂഷയിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ആ രീതിയിൽ ആ വിളിയോട് പ്രത്യുത്തരിക്കാൻ സാധിക്കണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചില കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഭൗതികമായ സുഖത്തിനും സൗകര്യങ്ങൾക്കുമാണ്. പിള്ളേരോട് പറഞ്ഞു പഠിപ്പിക്കുന്ന മോനെ എങ്ങനെയെങ്കിലും നീ പഠിച്ച് വലിയ ആളാവണം, ഒത്തിരി പണം ഉണ്ടാക്കണം, നല്ല സുഖമായിട്ട് ജീവിക്കണം. അവിടെ അങ്ങനെ വളർത്തപ്പെടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ദൈവം അവനെ വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവന് ഈ ആത്മീയമായ മൂല്യങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കണമെന്നില്ല. അതുകൊണ്ടായിരിക്കാം ചിലയിടങ്ങളിൽ ദൈവവിളി കുറയുന്നത് എന്ന് ഞാൻ കരുതുന്നു. പൊതുവെ പട്ടണങ്ങളിലൊക്കെ കുറവാണ്, അതിൻ്റെ സ്വാധീനം നമ്മുടെ പട്ടണത്തിലും ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിതാവിൻ്റെ ഓർഡിനേഷന് ശേഷം പിതാവ് അതിരമ്പുഴ, നെടുങ്കുന്നം, ഇടത്തുവ, കോയിൽമുക്ക് എന്നിവിടങ്ങളിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് സേവനം അനുഷ്ഠിച്ചു. പിന്നീട് താഴ്ത്തുവടകര അവിടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിച്ചു. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ പിതാവ് പ്രവർത്തിച്ചപ്പോഴത്തേക്ക്, ഇടയമായിട്ട് പ്രവർത്തിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു വൈദികനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് പിതാവിന് മനസ്സിലാക്കിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ഇടവക ജീവിതം വളരെ സന്തോഷകരമായിരുന്നു. വളരെ കുറച്ചു കാലം മാത്രമേ അവിടെ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചിട്ടുള്ളെങ്കിലും ഭവനങ്ങൾ സന്ദർശിക്കുന്നതിലും വ്യക്തികളെ മനസ്സിലാക്കുന്നതിലും അവരെ സഹായിക്കുന്നതിലും ഒക്കെ വലിയ സന്തോഷമായിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു അപ്പൻ്റെയും അമ്മയുടെയും റോളാണ് ജനം ഒരു വൈദികനെന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഒരു പോലീസുകാരൻ്റെയോ പട്ടാളക്കാരൻ്റെയോ മാനേജറുടെയോ ഓർഗനൈസറുടെയോ റോളല്ല. ഒരു അപ്പൻ്റെ അമ്മയുടെയും റോൾ അതെന്താണ്? മക്കൾക്ക് സുരക്ഷിതത്വം കൊടുക്കുക. അത് വെറുതെ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതല്ല. ചിലപ്പോൾ തിരുത്തേണ്ടി വരും, അത് സ്നേഹപൂർവ്വമാണ് ആ തിരുത്തൽ. അതുപോലെ ഒത്തിരി വാത്സല്യം കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു വലിയ പിതൃ ഹൃദയത്തിൻ്റെ ഉടമയാകുക എന്നുള്ളതാണ് ജനം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ഞാൻ ഈ കോവിഡ് കാലത്താണെങ്കിലും വൈദികരുടെ റോൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വായിച്ചപ്പോൾ എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു ചിന്തയാണ് എ സോഴ്സ് ഓഫ് സ്റ്റെബിലിറ്റി ഇൻ അൺസെറ്റിൽഡ് ടൈംസ്. പാസ്റ്റർ ഈസ് എ സോഴ്സ് ഓഫ് സ്റ്റെബിലിറ്റി ഇൻ അൺസെറ്റിൽഡ് ടൈംസ്. അതായത് അസ്ഥിരത ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു സ്ഥിരതയുടെ ഉറവിടമായി മാറുക. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ദേവാലയത്തിൽ നിനക്ക് വേണ്ടി കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനുണ്ട്. അദ്ദേഹത്തിൻ്റെ കരങ്ങൾ ഉയരുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ്. ആ ഒരു സുരക്ഷിതത്വം കൊടുക്കുന്ന ശുശ്രൂഷയാണ് ഒരു വൈദികനിൽ നിന്ന് ദൈവജനം പ്രതീക്ഷിക്കുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇതിനോട് ചേർത്തൊരു കാര്യമുണ്ട്. പിതാവിൻ്റെ ഇടവകയിലെ ആ അജപാലനം, അതുപോലെ തന്നെ മനഃശാസ്ത്ര മേഖലയിലുള്ള ഒരു പ്രാവീണ്യം, ഇത് രണ്ടും പിതാവിൻ്റെ ഇപ്പോഴത്തെ ഇടനെടുത്ത ശുശ്രൂഷയിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്, ഒരുപാട് സഹായിക്കുന്നുണ്ട്. നമ്മൾ സൈക്കോളജി പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് അതിനെ ഒരു അക്കാദമിക വിഷയമായി പഠിച്ചുകൊണ്ട് മാത്രം വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അത് നമുക്ക് തന്നെ നമ്മളത് അപ്ലൈ ചെയ്യണം. നമ്മളെ തന്നെ കുറച്ചുകൂടെ പക്വതയുള്ള വ്യക്തിയാകാൻ അത് സഹായിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ മനഃശാസ്ത്ര വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, നമ്മളെല്ലാവരും മനഃശാസ്ത്രം പഠിക്കുന്നത് നമ്മളോടും മറ്റുള്ളവരോടും കരുണയായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മളോട് തന്നെയാണ് കരുണയായിരിക്കേണ്ടത്. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, നമുക്കൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം അതിനോടൊക്കെ കരുണയായിരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ബി പേഷ്യൻറ്റ് വിത്ത് യുവർ സെൽഫ്. അത് നിന്നോട് തന്നെ ക്ഷമയുള്ളവനായിരിക്കുക. അങ്ങനെയാകുമ്പോൾ നിനക്ക് മറ്റുള്ളവരോടും ക്ഷമയുള്ളവനായിരിക്കാൻ സാധിക്കും, മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് അത്. ചിലപ്പോൾ ഇത് പഠിച്ചതുകൊണ്ട് മാത്രം അങ്ങനെ ആകണമെന്നില്ല, അതിൽ ആഴപ്പെടണം. ഈ ക്ഷമയുടെ സ്വയം ഒരു സെൽഫ് ഫൊർഗീവ്നെസ്, സ്വയം ഉള്ള ഈ ക്ഷമയുടെ അനുഭവത്തിൽ ആഴപ്പെടും തോറും മറ്റുള്ളവരോടും കരുണയോടുകൂടി ഇടപെടാനായിട്ട് നമുക്ക് സാധിക്കും. അതിൽ ആ ഒരു അനുഭവത്തിൽ വളർന്നു വരുന്നു എന്നല്ലാതെ അതിൽ ഒരു വലിയ പക്വത പ്രാപിച്ചു എന്ന് പറയാനായിട്ട് ഞാൻ ആളല്ല. അപ്പോൾ തീർച്ചയായിട്ടും സ്വയം മനസ്സിലാക്കുന്നത് നമ്മളെ ഏത് ജീവിതാവസ്ഥയിലും ഏറെ സഹായിക്കും എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ മാതാപിതാക്കളെ മനസ്സിലാക്കി കഴിയുമ്പം നമ്മൾ മരിക്കാറാവും.
അന്നേരത്തേക്കും അവർ പണ്ടേ മരിച്ചിട്ടുണ്ടാവും. ഇതാണ് നമ്മളെപ്പോഴും ഒരു അൺഫിനിഷ്ഡ് പ്രോഡക്റ്റാണ്. വി ആർ നെവർ പെർഫെക്റ്റ്, വി ആർ നെവർ കംപ്ലീറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ വ്യക്തികളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും കഴിയുന്തോറും ആ ഒരു കാരുണ്യ അനുഭവത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിതാവ് ഈ ഫേസ്ബുക്കിലും നവമാധ്യമങ്ങളിലൊക്കെ വളരെ ആക്റ്റീവാണ്. ട്രോളുകൾ ഒരുപാട് കാണാറുണ്ട്. പിതാവിന് ട്രോളുകളെ പേടിയുണ്ടോ? നമ്മൾ ഒരു മാധ്യമത്തെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം മാധ്യമങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യന് എന്തും വിളിച്ചു പറയാനും ഏത് രീതിയിലും അവനെ തന്നെ പ്രകാശിപ്പിക്കാനും ഒക്കെയുള്ളൊരു വേദിയായിട്ട് മാധ്യമങ്ങൾ വരികയാണ്. നമുക്ക് ചില വിദേശ രാജ്യങ്ങളിലെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പരിഷ്കൃത സമൂഹങ്ങളിൽ കാണാൻ സാധിക്കുന്നത്, നല്ല മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നിലവാരമുള്ള മാധ്യമങ്ങളും നിലവാരമില്ലാത്ത മാധ്യമങ്ങളുമുണ്ട്. അത് അവർക്കറിയാം ഏതൊക്കെയാണ് നിലവാരമില്ലാത്ത മാധ്യമങ്ങൾ. അത് തുറന്നാൽ എന്തൊക്കെയാണുള്ളതെന്ന് അവർക്കറിയാം. നിലവാരമുള്ള മാധ്യമങ്ങളിൽ തുറന്നാൽ എന്തൊക്കെയാണെന്നുള്ളതറിയാം. എനിക്ക് തോന്നിയിട്ടുള്ള കേരളത്തിൽ ഈ മാധ്യമങ്ങളിൽ ഈ ഒരു വ്യത്യാസമില്ല. എല്ലാ മാധ്യമങ്ങൾക്കകത്തും നിലവാരമില്ലാത്ത രീതികളുമുണ്ട്, നിലവാരമുള്ള രീതികളുമുണ്ട്. ഒരു സത്യം അവതരിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും വ്യത്യസ്തതകൾ എല്ലാത്തിലുമുണ്ട്. ഈ നവമാധ്യമങ്ങളെ നമുക്കൊരിക്കലും നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് അതിനെ ട്രോളുകളെ ഒന്നും ഭയപ്പെട്ടിട്ടും കാര്യമില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം പറയാൻ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ഭയപ്പെട്ട് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. നമുക്കൊരു സത്യം അറിയിക്കണമെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് അറിയിച്ചുകൊണ്ടേയിരിക്കുക ധൈര്യമായിട്ട്. ചിലപ്പം അതിനെ കുറ്റപ്പെടുന്നവർ കാണും, കുറ്റപ്പെടുത്തട്ടെ. പക്ഷേ എങ്കിലും അത് സ്വാധീനിക്കുന്ന കുറേ പേരെങ്കിലും കാണുമെന്നുള്ളതാണ് വാസ്തവം. ഇതിനോട് ചേർത്ത് വെച്ച ഒരു ചോദ്യം കൂടെ. ഇപ്പം നമ്മുടെ സിനിമകളിലാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഫേസ്ബുക്കിലാണെങ്കിൽ പോലും തന്നെ നമുക്ക് കാണാം, പ്രത്യേകിച്ച് ക്രൈസ്തവരുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, കൂദാശകൾ, വിശുദ്ധ കുർബാന, അല്ലെങ്കിൽ തിരുനാളുകൾ, ഇവയെല്ലാം വളരെ മോശമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച് അവന് കിട്ടുന്ന ഇവയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു മെസ്സേജ്, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലേ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ പുതിയ തലമുറയിലെ യുവജനങ്ങൾക്കും കുട്ടികൾക്കും കൊടുക്കുന്ന ഒരു മെസ്സേജ് നെഗറ്റീവ് അല്ലേ? രണ്ട് തരത്തിൽ നമുക്കിതിനെ കാണാം. ഒന്ന്, വളരെ നിഷ്കളങ്കമായ ഒരു പരിഹാസം ഉണ്ടല്ലോ, ഒരു കളിയാക്കൽ. അത് പള്ളിയിലച്ഛൻ്റെ പ്രസംഗമാവാം, അല്ലെങ്കിൽ മെത്രാനിയാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആ പള്ളിയിലെ തിരുകർമ്മങ്ങളെ നിർദോഷമായിട്ട് കളിയാക്കുന്ന ഒരു പ്രവണതയുണ്ടാവാം. പക്ഷേ അത് നമുക്ക് സഹിക്കാം, കുഴപ്പമില്ല. പക്ഷേ അതോടൊപ്പം നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജനത്തിന് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് അഭിമാനം ഉണ്ടാകാത്ത രീതിയിൽ, എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് അവർ ലജ്ജിക്കേണ്ട രീതിയിൽ അതിനെ അവതരിപ്പിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് ചാനലുകൾ ചർച്ച ചെയ്യുന്നത് കേട്ടാൽ തോന്നും കുമ്പസാരത്തിൽ മുഴുവൻ ഏതാണ്ട് കുഴപ്പം പിടിച്ച കാര്യങ്ങളാണ് പറയുന്നത്. കുമ്പസാരം 1-2 മിനിറ്റ് നീളുന്ന ഒരു പ്രക്രിയയാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ പറയുന്ന, അവിടെ കുമ്പസാരത്തിൽ പറയുന്ന കാര്യങ്ങളെക്കാളും പ്രധാനം ഞാൻ പാപിയാണ് എന്ന ബോധത്തോടെ ആ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തുക, വൈദികൻ്റെ ആശീർവാദത്തിലൂടെ കർത്താവ് നിനക്ക് കൃപയുടെ ഒരു അനുഭവം തരുന്നു. ഇതാണ് കുമ്പസാരം എന്ന കൂദാശ. പക്ഷേ എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു ചിത്രം ഇതേതാണ്ട് മഹാമ്ലേച്ഛമായ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അവിടെ മുഴുവൻ കുഴപ്പം പിടിച്ച കാര്യങ്ങളാണ്. അങ്ങനെ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ട്രോളുകൾക്കും സിനിമകളിലെ ചില ചിത്രീകരണങ്ങൾക്കുമൊക്കെ സാധിക്കും. സിനിമകളിലൊക്കെ കുമ്പസാരം എന്ന കൂദാശയൊക്കെ എത്ര വികലമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതൊക്കെ ഒരു തമാശ പോലെയോ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യം പോലെ അവതരിപ്പിക്കുകയാണ്. പക്ഷേ അതിലൂടെ കടന്നു പോകുന്ന ജനങ്ങൾക്കറിയാം അതിനകത്ത് വാസ്തവമില്ല. അതാണ് നമ്മുടെ ഒരു ബലം. അതുകൊണ്ട് കുമ്പസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെയും ചിന്ത. കാരണം കുമ്പസാരിക്കുന്ന വ്യക്തിക്കറിയാം അതിലൂടെ ആ വ്യക്തി സ്വീകരിക്കുന്ന കൃപയുടെ അനുഭവം. എന്ന് പറഞ്ഞതുപോലെയാണ് ക്രൈസ്തവമായ കാര്യങ്ങളെ ഇകഴ്ത്തി കാണുവാൻ, പരിഹസിക്കുവാനും ആക്ഷേപിക്കാനും ഒക്കെയുള്ള ബോധപൂർവമായ പരിശ്രമം നമ്മുടെ മാധ്യമങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിലൂടെ ഈ സമൂഹത്തിന് അവരുടെ വിശ്വാസ കാര്യങ്ങളോടുള്ള ആ അടുപ്പം അതിനെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ വിശ്വാസ പരിശീലനത്തെ പറ്റി പിതാവ് ഒന്ന് പറയുമോ? കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്ട്രക്ചറുണ്ട്. നമുക്ക് സീറോ മലബാർ സഭയുടെ കാറ്റക്കിസിസ് ഫോർമേഷൻ സെൻ്ററുകളുണ്ട്. നമ്മുടെ രൂപതയിൽ തന്നെ ഒരു സെൻ്ററുണ്ട്. പിന്നെ നമ്മുടെ ഇടവകളിൽ നമ്മൾ ഫോർമേഷൻ കൊടുക്കും. അതെങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ ഇന്നത്തെ
കുട്ടികളെ നമുക്ക് എങ്ങനെ അതിലൂടെ കുറച്ചും കൂടെ സഭയോട് ചേർത്ത് നിർത്താനായിട്ട് സാധിക്കും? വിശ്വാസ പരിശീലന സംവിധാനത്തിൽ നമ്മുടെ സഭ വളരെയേറെ മുമ്പിലാണ്. വളരെ നല്ലൊരു സംവിധാനം നമുക്കുണ്ട്. നമുക്ക് നമ്മുടെ ഇടയിൽ വർഗീയതയില്ലെന്ന് പറയുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇത്രയും വിശ്വാസം പഠിച്ചിട്ടും ഈ മനുഷ്യർ വർഗീയമായിട്ട് ചിന്തിക്കാത്തത്? കാരണം നമ്മൾ കൊടുക്കുന്ന വിശ്വാസ പരിശീലനം ആ രീതിയിലുള്ള ഒരു വിശ്വാസ പരിശീലനമാണ്. അത് കുഞ്ഞുനാൾ മുതൽ നമ്മുടെ കുട്ടികൾ ദേവാലയത്തിൽ പോകുമ്പോൾ കേൾക്കുന്നത് സ്നേഹിക്കണമെന്നും ക്ഷമിക്കണമെന്നും, ഓരോ പ്രാവശ്യം കുമ്പസാരത്തിൽ മുട്ടുകുത്തുമ്പോഴും ചെയ്ത പാപങ്ങൾ പൊറുക്കണമേ എന്നും, അങ്ങനെ പ്രാർത്ഥിച്ചും അങ്ങനെ പരിശീലിച്ചുമൊക്കെയാണ് സമാധാനപ്രിയരായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതേസമയം തന്നെ വിശ്വാസ രഹസ്യങ്ങൾ എത്രമാത്രം കൃത്യമായിട്ട് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടും നമ്മൾ സംശയിക്കേണ്ടതായിട്ട് വരും. കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ തീവ്രവാദികളെ സൃഷ്ടിച്ചിട്ടില്ല, പക്ഷേ തീക്ഷ്ണമതികളെയും സൃഷ്ടിച്ചിട്ടില്ല. തീക്ഷ്ണത, വിശ്വാസത്തെ സംബന്ധിച്ചൊരു തീക്ഷ്ണത പലപ്പോഴും നമുക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഇൻഡിവിജ്വലിസ്റ്റിക്കായിട്ട് പോകുന്നു. അതായത് വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ഓരോരുത്തരും അങ്ങ് പോകുന്നു. ഒരു പക്ഷേ സ്വാർത്ഥ താല്പര്യങ്ങളുമായിട്ട് അങ്ങ് ജീവിക്കുന്നു. എനിക്ക് സുഖമായിട്ടൊക്കെ ജീവിക്കണം, അതിൻ്റെ അപ്പുറത്ത് ദൈവരാജ്യത്തിൻ്റെ താല്പര്യങ്ങളൊന്നും എൻ്റെ താല്പര്യങ്ങളായിട്ടൊന്നും മാറുന്നില്ല. അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് വരാം. എനിക്ക് ഒരു കാരണം ഉള്ളത്, നമ്മൾ കൃത്യമായി നമ്മുടെ വിശ്വാസ രഹസ്യങ്ങൾ ഏറ്റവും ലളിതമായിട്ടും ഏറ്റവും കൃത്യമായിട്ടും ആവർത്തിച്ച് പഠിപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം. എന്താണ് കൂദാശകളെന്നും എന്തിനു വേണ്ടിയിട്ട് എന്താണ് സഭയെന്നും. ഇപ്പോൾ സഭയെക്കുറിച്ചൊക്കെ എന്ത് തെറ്റിദ്ധാരണകളാണ്. സഭയെന്ന് പറയുന്നത് ഒരു എല്ലാവരും കൂടെ നമ്മൾ ഇത്രയും പേര് കൂടുന്നതാണ് സഭ. അല്ലെങ്കിൽ മെത്രാന്മാരെന്ന് പറയുന്നത് ഒരു 50 പേരുടെ ഒരു മീറ്റിംഗ്, ഒരു കോൺഫറൻസ്, അതിനകത്ത് ഭൂരിപക്ഷം ന്യൂനപക്ഷം. ഇതല്ലല്ലോ സഭ. സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. സഭയിലെ സിനഡിൽ വ്യക്തികളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. അങ്ങനെ കരുതുമ്പോഴാണല്ലോ, അങ്ങനെ വിശ്വസിക്കുമ്പോഴാണല്ലോ സിനഡിൻ്റെ തീരുമാനങ്ങൾ എൻ്റെ ആത്മരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് മാറുക. അപ്പോൾ അതെല്ലാം അങ്ങ് കളഞ്ഞിട്ട് ഇതിനെയെല്ലാം കേവലം മാനുഷികമായിട്ട് മാത്രം വ്യാഖ്യാനിക്കാനുള്ള ഒരു വല്ലാത്ത പ്രവണതയുള്ളപ്പോൾ സഭ എന്താണെന്ന് നമ്മൾ ശരിയായിട്ട് പഠിപ്പിക്കണം. സഭയെന്ന് പറയുന്നത് മാനുഷിക ഘടന മാത്രമല്ല, അതിനൊരു ദൈവിക ഘടനയുണ്ട്. അതുപോലെ ഈശോ ഏകരക്ഷകനാണ് എന്നുള്ളത് കൊണ്ട് വേറെ ആരും രക്ഷപ്പെടത്തില്ലെന്നല്ല. പക്ഷേ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട ഏകരക്ഷകനാണ്. അവനെ ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നല്ല. അവനിലൂടെ മാത്രമാണ് എൻ്റെ ആത്മരക്ഷ. പിന്നെ ആത്മരക്ഷ, അതാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ ലക്ഷ്യം അമേരിക്കയിൽ പോവുക അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ പോവുക എന്നുള്ളതല്ല, മറിച്ച് സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണ്. അതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വലിയ കുറവായിട്ട് എനിക്ക് കാണാൻ സാധിക്കുക. നമ്മൾ ഈ വർഷം തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 1950 ജൂബിലി വർഷത്തിലാണ്. അപ്പം തോമാസ് ലീഹ നമ്മളെ ഏൽപ്പിച്ച ഒരു വിശ്വാസ പാരമ്പര്യം, അത് ഇന്നത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ യുവജനങ്ങളിൽ അത് നഷ്ടപ്പെടുന്നതായിട്ട് പിതാവിന് തോന്നിയിട്ടുണ്ടോ? ഈ വിശ്വാസം ദുർബലപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമുക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ അവസ്ഥ നോക്കിയാൽ ഭൗതികത കൂടി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അവിടെ വിശ്വാസം കുറയുന്നത്. കാരണം മറ്റ് ചില മതങ്ങളിൽ നമുക്കറിയാം ഭൗതികമായ വളർച്ച കൂടുമ്പോഴും അവരുടെ വിശ്വാസത്തിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. ക്രൈസ്തവ സമൂഹത്തിൽ അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളിൽ അങ്ങനെ സംഭവിച്ചു. അതിൻ്റെ ഒരു കാരണം അടിസ്ഥാനപരമായിട്ട് ഈ വ്യക്തിചിന്ത വളരുകയും കുടുംബം തകരുകയും ചെയ്തു എന്നുള്ളതാണ്. കുടുംബം തകർന്നപ്പോഴാണ് വിശ്വാസത്തിൻ്റെ കെട്ടുറപ്പ് ക്ഷയിച്ചു പോയത്. അപ്പം നമ്മുടെ സമൂഹത്തിൽ കുടുംബങ്ങൾ ഇപ്പോഴും ശക്തമായി നിൽക്കുന്നു എന്നുള്ളത് വലിയ ഒരു നല്ല സൂചനയാണ്. ഭാവിയെക്കുറിച്ച് നോക്കുമ്പോൾ, വിശ്വാസത്തെക്കുറിച്ച് നോക്കുമ്പോൾ വലിയ ഒരു സൂചന തന്നെയാണ്. കാരണം നമ്മുടെ ചെറുപ്പക്കാരൊക്കെ കുറച്ച് നാളത്തേക്കൊക്കെ വിശ്വാസ കാര്യങ്ങളിൽ താല്പര്യം കാണിച്ചില്ലെങ്കിലും അവരൊക്കെ കല്യാണമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് വരുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെ ഒത്തിരി വേവലാതിപ്പെടാനില്ല, പക്ഷേ നമുക്ക് ശരിയായ ബോധ്യങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ശരിയായ ബോധ്യങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിൽ അത് താത്വികമായിട്ടോ യുക്തിപരമായിട്ടോ എന്നുള്ളതിനേക്കാൾ ഒരു ഭക്തിയുടെ അനുഭവത്തിൽ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കുക. അതിൽ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട്.
കുടുംബങ്ങളിലെ ആത്മീയ നിഷ്ഠകൾക്ക് വലിയ സ്ഥാനമുണ്ട്. നോയമ്പ്, ഉപവാസം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുരിശു വരയ്ക്കുക, കിടക്കാൻ നേരം കുരിശു വരയ്ക്കുക, ഇങ്ങനെ തുടങ്ങിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക്, ഭക്ഷണത്തിന് മുമ്പ് ഒരു പ്രാർത്ഥനയില്ല, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഇതെല്ലാം കൂടെ ചേർന്നാണ് വിശ്വാസത്തിൻ്റെ ഒരു അനുഭവം ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടാകുന്നത്. അപ്പോൾ അത് നൽകാനായിട്ട് കുടുംബങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്ര അപകടകരമല്ല ഭാവി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇത് തന്നെയാണ്. നമ്മുടെ യുവജനങ്ങളുടെ അല്ലെങ്കിൽ പുതുതലമുറയുടെ വിശ്വാസ ശോഷണമെന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നതും കത്തോലിക്ക സഭ തന്നെയാണ്. അപ്പം നമ്മുടെ ഈ സഭയെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിർത്താനായിട്ട് സഭയ്ക്കും നമ്മുടെ അതിരൂപതയ്ക്കും എന്തെങ്കിലും കർമ്മ പദ്ധതികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടോ? നമ്മൾ പുതിയതായിട്ടൊരു കർമ്മ പദ്ധതി തയ്യാറാക്കേണ്ട കാര്യമുണ്ടോ? കാരണം നമുക്ക് വേദപാഠമുണ്ട്, കൃത്യമായിട്ട് ഭക്ത സംഘടനകളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, അനുധാവനങ്ങളുണ്ട്. കുറച്ചും കൂടെ അജപാലനപരമായ പ്രവർത്തനങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഈ കോവിഡ് അനന്തര കാലഘട്ടത്തിൽ ഭവനങ്ങൾ സന്ദർശിക്കുന്ന അജപാലന ശുശ്രൂഷ, ഭവന സന്ദർശനം, അതെല്ലാം വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക. അതുപോലെ പ്രായമായവർക്കുള്ള കരുതൽ, അജപാലനപരമായ കരുതലുകൾ കൂട്ടുക. പിന്നെ ചെറുപ്പക്കാരെ നമ്മൾ ഇത്രയും നാളും പരിചയിച്ച രീതിയിലല്ലാതെ അവരെ കുറച്ചുകൂടി ഇൻഫോർമലായിട്ട് അവരെ കണ്ടുമുട്ടുകയും അവരുമായിട്ട് വിശ്വാസം ജീവിക്കുകയും ആഘോഷിക്കുകയും എല്ലാം ചെയ്യുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് സഭ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ജനങ്ങളെയും സഭാ നേതൃത്വത്തെയും രണ്ടായിട്ട് കരുതരുത്. എല്ലാവരും കൂടെ ശ്രമിക്കണം. കാരണം ഇത് നമ്മുടെ അടുത്ത തലമുറ നമ്മുടെ എല്ലാവരുടെയും കൂടെ ആവശ്യമില്ലേ. ഇത് മെത്രാൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ അച്ഛൻ വിചാരിച്ചാൽ എന്നാ ഒന്നും പറയാത്ത എന്ന് കരുതി ഇരിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് നമ്മളെല്ലാവരും കൂടെ ഏറ്റെടുക്കണം. ഇത് നമ്മുടെ അടുത്ത തലമുറയെ വിശ്വാസത്തിൽ വളർത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളെല്ലാവരും കൂടെ ഏറ്റെടുക്കുന്നു. അപ്പോഴാണ് അതൊരു സഭാപരമായ ഒരു പ്രവർത്തനമായിട്ട് മാറുന്നത്. അതല്ലെങ്കിൽ അത് മറ്റാരുടെയോ ചുമതലയാണെന്നുള്ള രീതിയിൽ നമ്മൾ കാത്തിരിക്കും. അവസാനം അത് ഫലവത്തായി എന്ന് വരികയില്ല. ശക്തമായ നിലപാടുകളാലും ധൈര്യസമേതം സത്യം വിളിച്ചു പറയാനുള്ള ആർജവും കാണിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരിയുടെ സ്വന്തം തറയിൽ മെത്രാൻ. ദിസ് ഇസ് നിതിൻ വർഗീസ് വിത്ത് മാർ തോമസ് തറയിൽ. സ്റ്റേ ട്യൂൺഡ്. അണ്ടിൽ ദെൻ, പ്രൈസ് ദി ലോർഡ്.